Meet the editors. പാളിയിൽ പാളിയോ എന്നാണ് ചോദ്യം. ഇതിൽ മൊത്തം ദുരൂഹതയാണ്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഗത്യന്തരമില്ലാതെ നമ്മൾ പുളിമാത്തെ വീട്ടിൽ പോകുന്ന സമയത്ത് വന്ന് മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ചിട്ടാണ് പോകുന്നത്. എൻ്റെ സ്വകാര്യതയുടെ അന്തസ്സ് മാനിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അയാൾ ചെയ്തു കൂട്ടിയത് വെച്ച് നോക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരുമ്പോൾ ദുരൂഹത ഏറുന്നു എന്ന് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടുതൽ സംശയത്തിൻ്റെ നിഴലാവുന്നു. അതേസമയം തന്നെ ആ സമയത്ത് 2019 ദേവസ്വം ബോർഡിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പി എസ് പ്രശാന്ത് പറയുന്നു. അത് ഉദ്യോഗസ്ഥ വീഴ്ചയാണ് എന്നാണ് പി എസ് പ്രശാന്ത് പറയുന്നത്. ഇപ്പോൾ അത് പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയും ചെയ്യുന്നു. പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം ഇതാണ്, ഒരു CBI അന്വേഷണം വേണ്ടേ എന്നുള്ളതാണ്. പാളിയിൽ പാളിയോ? പാളിയിൽ പാളിയിട്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു തട്ടിപ്പുകാരനാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം ആദ്യം പറഞ്ഞു വന്നത് ഞാൻ ശബരിമലയ്ക്ക് കൊടുത്ത പീഠം കാണാനില്ല എന്നുള്ളതാണ്. 3 പവൻ വരുന്ന 3 പവൻ സ്വർണം പൂശിയ പീഠം. ആ പീഠം എന്നുള്ളത് അവിടെ പാകമാകാത്ത പീഠമായിരുന്നു. അദ്ദേഹം തന്നെ അത് തിരിച്ചു കൊണ്ടുപോയതാണ്. ആ പീഠം അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും ദേവസ്വം ബോർഡിനും അതിൻ്റെ ഉത്തരവാദിത്തമാണ്. അവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അത് അപ്പം തന്നെ തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അത് തിരിച്ചു കൊണ്ടുപോയി ഈ പറയുന്ന സഹായി വാസുദേവനെ ഏൽപ്പിച്ച് അത് സഹോദരിയുടെ വീട്ടിൽ വെച്ചിരുന്ന സാധനമാണ്. എന്നിട്ട് അദ്ദേഹം പരസ്യമായി പറയുകയാണ് പീഠം ശബരിമലയ്ക്ക് കൊടുത്ത പീഠം കാണാനില്ല എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ടിട്ട് ദേവസ്വം ബോർഡ് വിജിലൻസിനെ ചുമതലപ്പെടുത്തിയത്. അപ്പോൾ കോടതി സ്വയം ഏറ്റെടുത്ത കേസാണ്. ഈ പറയുന്ന ഒരു കള്ള ആരോപണം ഒരാൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ടുവന്നപ്പോൾ അതിന്മേൽ പടിപടിയായി പല കാര്യങ്ങളായി പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഇനി ഇടതുപക്ഷത്തെ സംബന്ധിച്ചായാലും സർക്കാരിനെ സംബന്ധിച്ചായാലും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചായാലും എന്താണ് ഇതിനൊരു പ്രതികരണമായി വന്നുകൊണ്ടിരുന്നത്? ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കെടുത്താൻ നടത്തിയ ഒരു പ്രതികരണം, ആ സമയത്ത് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് ഗൂഢോദ്ദേശത്തോടു കൂടിയാണ്. ആ ഗൂഢാലോചനയിൽ മറ്റാർക്കൊക്കെയോ പങ്കുണ്ട് എന്ന രൂപത്തിലുള്ള ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്. ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുകയാണ് ഈ സ്വർണ്ണപ്പാളി ഇയാൾ കൈവശം നന്നാക്കാൻ കൊടുത്തത് തെറ്റായി പോയി എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് ഇന്നത്തെ ദിവസം എത്തിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം വരെയും പറഞ്ഞുകൊണ്ടിരുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കെടുത്താൻ എന്നുള്ളതാണ്. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം യഥാർത്ഥത്തിൽ എന്തിനാണ് നടത്തിയിരുന്നത്? വിശ്വാസികളുടെ വിശ്വാസം നേടിയെടുക്കാൻ. ആ വിശ്വാസികളുടെ വിശ്വാസത്തിന് എന്താ പറയുക, മുറിവേൽക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനൊന്നും കൃത്യമായ മറുപടിയില്ല. ഇപ്പോൾ ഈ പറയുന്ന പി എസ് പ്രശാന്ത് എല്ലാത്തിനും ഉത്തരവാദിയൊന്നുമല്ല. പി എസ് പ്രശാന്ത് വന്നിട്ട് അല്പകാലമേ ആയിട്ടുള്ളൂ. ഈ പറയുന്ന 2019 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുമായി ബന്ധപ്പെട്ട് എത്തുന്നത്. അയാളവിടെ പൂജാരിയുടെ പരികർമ്മിയായിട്ടാണ് അവിടെ എത്തുന്നത്. പിന്നെ അറിയുന്നത് അദ്ദേഹം സ്പോൺസർ ആവുന്നു, സ്പോൺസർമാരെ എത്തിക്കുന്ന ഇടനിലക്കാരനാകുന്നു. ഈ രൂപത്തിൽ വളരെ പെട്ടെന്ന് വളർച്ചയുണ്ടാവുകയാണ്. 2019 അവിടെ നിന്നും ഈ സ്വർണ്ണപ്പാളി അതായത് സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളി. അപ്പോൾ ആ സ്വർണം പൂശിയത് അല്പം മങ്ങിപ്പോയപ്പോൾ അത് നേരെയാക്കാൻ ഈ പറയുന്ന സ്പോൺസറെ തന്നെ ഏൽപ്പിക്കുന്നു. അങ്ങനെ സ്പോൺസർ അത് കൊണ്ടുപോകാൻ പാടില്ല, അവിടെ ക്ഷേത്ര പരിസരത്തിൽ വെച്ച് മാത്രമേ അത് നന്നാക്കാൻ പാടുള്ളൂ എന്നാണ് ഈ ശബരിമല മാനുവലിൽ പറയുന്നത്. ആ മാനുവലിന് വിരുദ്ധമായി കൊണ്ടുപോകുന്നു. അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയിട്ട് 39 ദിവസം അത് കാണാനില്ലായിരുന്നു. അപ്പോൾ 39 ദിവസം എന്താണ് അത് തിരികെ വെത്താത്തത് എന്നുള്ളൊരു ആശങ്ക ആർക്കും ഉണ്ടായിരുന്നില്ല. ഇവിടെ തന്ന ആളാണല്ലോ, തിരികെ എത്തിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ അവിടെ നിൽക്കുന്നു. എന്നിട്ട് അത് കൊണ്ടുപോയത് എവിടേക്കായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. നമ്മളിപ്പോൾ അറിയുന്നു ബംഗളൂരുവിലേക്കാണ് കൊണ്ടുപോയത്. ബംഗളൂരിൽ കൊണ്ടുപോയിട്ട് അവിടെ അദ്ദേഹം മുൻപ് പൂജാരിയായിരുന്ന ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഇത് ഞാൻ ശബരിമലയിൽ വെക്കാൻ പോകുന്ന വാതിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അവിടെ കാണിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ഭക്തരൊക്കെ അവിടെ വന്ന് അതിനെ ഒന്ന് തൊഴുന്നു, വാതിലിനെ തൊഴുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ നമ്മൾ അവിടെ കേൾക്കുന്നതാണ് അയാൾ ഒരു വട്ടിപ്പലിശക്കാരനാണ്, ബ്ലേഡുകാരനാണ്. പലിശക്കാരൻ എന്ന നിലയ്ക്ക് അറിയുന്നു. സ്പോൺസർമാരെ ഈ സ്പോൺസർമാരെ കൊണ്ടുവരുന്നു, വലിയ സമ്പന്നരായ ഭക്തരെയൊക്കെ ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നു. എങ്ങനെയാണ് അവിടെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അയാൾ ഒരു സ്വയം സമ്പന്നനായി തന്നെ അവിടെ സ്വയം അവതരിപ്പിക്കുകയും എന്നിട്ട് അവിടെ ഈ പറയുന്ന അന്നദാനമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് 6 ലക്ഷം, അവിടെ അങ്ങനെയാണ് 6 ലക്ഷമാണ് കൊടുക്കേണ്ട അന്നദാനത്തിന്. 6 ലക്ഷം രൂപ കെട്ടിവെച്ച് അന്നദാനം നടത്തുന്നു. ബാക്കിയുള്ള സ്പോൺസർമാരിൽ നിന്നും അന്നദാനത്തിന് എന്ന് പറഞ്ഞാൽ അതിലും വലിയ തുക മേടിക്കുന്നു. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലേക്കാണ് പോയിരിക്കുന്നത്. അതിന് പങ്ക് കച്ചവടക്കാരുണ്ടോ, കൂട്ടുകൃഷിക്ക് വേറെ ആൾക്കാരുണ്ടായിരുന്നോ നമുക്കറിയില്ല. അതിലേക്കൊക്കെയാണ് അന്വേഷണം പോകേണ്ടത്. ഉറപ്പായിട്ടും ഒരു കാര്യമുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്ന് നമ്മളോട് ഈ പറഞ്ഞ ബംഗളൂരുവിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ ഭാരവാഹി നമ്മുടെ ഒപ്പം ചർച്ചയിൽ വിശ്വംഭരൻ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം വിശ്വംഭരൻ പറയുന്നത് അവിടെ ഈ 30 വർഷം മുമ്പ് അവിടുത്തെ ക്ഷേത്രത്തിലെ ഒരു പൂജാരിയായിരുന്നു, ശാന്തിക്കാരനായിരുന്നു അദ്ദേഹത്തെ പറഞ്ഞു വിട്ടതിൻ്റെ കാരണം അദ്ദേഹം നമ്മളോട് പറയുന്നില്ല.
ഒരുപക്ഷെ ഈ വിജിലൻസ് അന്വേഷിക്കുമ്പോൾ ഒരുപക്ഷെ ആ കാരണം പറയുമായിരിക്കും. എന്തായിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശം? വിശ്വാസികളുടെ വിശ്വാസം നേടലാണ്. ആ വിശ്വാസം നേടലാണ് ഇപ്പോൾ പോറലേറ്റിരിക്കുന്നത്. ആ പോറലേൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കള്ള ആരോപണം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ല. ആ കള്ള ആരോപണത്തിന് പിന്നാലെ പടിപടിയായി പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, വിജയ് മല്യ 98-ൽ സ്വർണം നൽകുന്നു. വിജയ് മല്യ ഒരു പൊങ്ങച്ചക്കാരനാണല്ലോ. അദ്ദേഹം ചെന്നൈയിലും ക്ഷേത്രത്തിൽ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അദ്ദേഹം അങ്ങോട്ട് വിശദീകരിച്ചു. ഇതിലൊരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് മുഴുവൻ പത്രങ്ങളിലും വന്നിട്ടുള്ളതാണ്. അപ്പോൾ എവിടെയൊക്കെ സ്വർണം പൂച്ചി എന്നതിൻ്റെ അടക്കം വിവരങ്ങൾ അന്നത്തെ പത്രങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ 30 കിലോയിലധികം സ്വർണം നൽകി എന്നുള്ളതാണ്. അപ്പോൾ ആ 30-ലധികം കിലോ നൽകിയ സ്വർണം അതുമായി ബന്ധപ്പെട്ട ആ രേഖകളൊന്നും ഇപ്പോൾ അവിടെ ഇല്ലത്രേ. അതാണ് ഇപ്പോൾ പുറത്തു വരുന്നൊരു വിവരം. അതായത് സ്വർണം ചെമ്പായി എന്ന് പറയുമ്പോൾ അതിന് രേഖകളില്ല. എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് ഈ രേഖകൾ വെക്കേണ്ടത്. അവിടെ ആ രേഖകളില്ല. തിരുവാഭരണം കമ്മീഷണറുടെ ഓഫീസിലുണ്ടോ എന്ന് നോക്കുമ്പോൾ അവിടെയും രേഖകളില്ല എന്ന് പറയുന്നു. അപ്പോൾ ക്ഷേത്ര ഉരുപ്പടികൾ കണക്കില്ല. എന്താണുള്ളത്? ഈ പൊതികളുടെ എണ്ണം മാത്രമാണ് അവിടെ ഉള്ളത്. ഇത്ര പൊതി സാധനങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ള മാത്രമാണ്, അല്ലാതെ ഉരുപ്പടികളുടെ കണക്കില്ല. അപ്പോൾ അത് എവിടെയുള്ള വീഴ്ചയാണ്? അത് വീഴ്ചയാണോ, ബോധപൂർവം രേഖപ്പെടുത്താത്തതാണോ? ഇനി ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണം പൂശിയ പാളി നന്നാക്കാൻ കൊടുക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പു പാളി എന്നാണ്. എന്നിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് രേഖപ്പെടുത്തുന്നില്ല. തിരിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ കോടതി 4.5 കിലോയുടെ കണക്ക് പറയുമ്പോൾ അളവെടുത്ത ശേഷം 4.5 കിലോയുടെ കണക്ക് പറയുമ്പോൾ പറയുന്നത് ഇപ്പോൾ ആ 4.5 കിലോ നഷ്ടപ്പെട്ടത് സ്വർണ്ണമല്ല, ചെമ്പാണ് എന്ന് പറയുകയാണ്. ഇതങ്ങനെ ഒരു കാര്യം. ഇനി ഈ മാനുവൽ അനുസരിച്ചല്ല കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ള ആരോപണം വരുമ്പോൾ ഇവിടെ പത്മകുമാർ പറയുന്നു, എല്ലാം മാനുവൽ അനുസരിച്ചാണോ ഇവിടെ നടന്നിട്ടുള്ളത്? ഇവിടെ നിന്ന് പലരും, ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പലരും മാനുവലിന് വിരുദ്ധമായി വിദേശയാത്ര നടത്തിയിട്ടുണ്ട്. അതല്ലല്ലോ വിഷയം ഇവിടെ അത് മറ്റൊരു വിഷയമായിരിക്കാം. പക്ഷെ ഇപ്പോൾ പരിശോധിക്കേണ്ടത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിനകത്ത് മാനുവൽ അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ ഈ പറയുന്ന ഭക്തിയോടുകൂടി അവിടെ സമർപ്പിക്കുന്നത്, ദൈവത്തിന് സമർപ്പിക്കുന്നതാണ്. അതിന്മേൽ എന്തെങ്കിലും മോഷണം നടന്നിട്ടുണ്ടോ? ആ മോഷണം നടത്തുന്നത് ഈ പറയുന്ന ജീവനക്കാർ മാത്രമാണ്. കോടതി അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കോടതി ഇതിൽ ഇപ്പോൾ ഈ റിട്ടയർഡ് ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ അതിൻ്റെ കണക്കെടുക്കണമെന്ന് പറയുമ്പോൾ പറയുന്നത് എന്താണ്? അതിൻ്റെ കണക്കെടുത്ത ശേഷം അതിൻ്റെ ഒരു വിവരങ്ങളും ജീവനക്കാർക്ക് നൽകരുത് എന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ കോടതിക്ക് ഇതിൽ വിശ്വാസമില്ല. ഇതിൽ ഈ 2019 മുതലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ 99 മുതലുള്ള അന്വേഷിക്കട്ടെ എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. അത് കോടതി പറഞ്ഞാണെന്നേ. കോടതി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. 99 മുതൽക്കുള്ള രജിസ്റ്ററുകൾ കാണുന്നില്ല, രജിസ്റ്ററിലെ രേഖകൾ കാണുന്നില്ല എന്ന് കോടതി പറഞ്ഞത്. അതേതാണ് പറയുന്നത്? ഈ വിജയ് മല്യയുടെ കേസാണ് പറയുന്നത്. അപ്പോൾ അത് അവിടെ ഇല്ല. ഇനി ഈ പറയുന്ന ഈ കാലഘട്ടത്തിൽ 2019 മുതൽ ആരൊക്കെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ളത്? പത്മകുമാർ ആയിട്ടുണ്ട്, അനന്തഗോപനായിട്ടുണ്ട്, ഇപ്പോൾ പ്രശാന്ത്. ഈ 3 പേരാണ്. അതിനു മുമ്പുള്ള കാലത്ത് പരിശോധനയിലേക്ക് പോകേണ്ടതായ തെളിവുകൾ വന്നാൽ ഉറപ്പായിട്ടും പോകേണ്ടതാണ്. പക്ഷേ നിലവിൽ നമ്മുടെ മുന്നിലുള്ള 2019 മുതലുള്ള വീഴ്ചകളാണ്. അപ്പോൾ എന്താണോ ഈ ആഗോള അയ്യപ്പ സംഘം കൊണ്ട് ഉദ്ദേശിച്ചത്, അതിൽ ഇപ്പോൾ തിരിച്ചടിയാകുന്ന രൂപത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇതിൽ ഈ വിശ്വാസം ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിന് ഞങ്ങൾക്ക് വിശ്വാസമാണ് ശബരിമലയുടെ കാര്യത്തിൽ എന്നാണ് ഇവിടെ NSS ജനറൽ സെക്രട്ടറി പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ വിശ്വാസികൾക്ക് വിഷമമുണ്ടാക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ NSS ജനറൽ സെക്രട്ടറിയും അദ്ദേഹം പ്രതികരിക്കേണ്ടതാണ്. ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിക്കേണ്ടതാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിൽ ഞാൻ പറയില്ല. വെള്ളാപ്പള്ളി നടേശൻ ഈ പറയുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ടല്ലോ സർക്കാർ വിശ്വാസം രേഖപ്പെടുത്തിയിരുന്നത്. അത് മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ടും ഈ വിദ്വേഷ പ്രസംഗങ്ങളുമായി ബന്ധപ്പെട്ട് കേസെടുക്കാത്തതിലൊക്കെ ഉള്ള ഒരു വിശ്വാസമാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റിയെടുത്തുന്നു. പക്ഷേ ജനറൽ സെക്രട്ടറി, NSS ജനറൽ സെക്രട്ടറി ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തുകയാണ്. ഇപ്പോൾ ജനറൽ സെക്രട്ടറിയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് എതിരഭിപ്രായം NSSൽ നിന്ന് തന്നെ ഉയരുകയും ഇപ്പോൾ ഒരു 23 പ്രതിഷേധങ്ങളെങ്കിലും ആയിട്ടുണ്ടാകും ഇന്നത്തേത് അടക്കം കണക്കാക്കുമ്പോൾ. അപ്പോൾ ഈ പ്രതിഷേധങ്ങൾ എന്ന് പറയുന്നതും വോട്ടാണല്ലോ, വിശ്വാസികളാണല്ലോ. അത് ഈ പറയുന്ന NSSൻ്റെ ആ ഒരു ഘടനയുമായി ബന്ധപ്പെട്ട NSSൽ ജനറൽ സെക്രട്ടറിയുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ ആ 300 പേരിൽ ഒതുങ്ങുന്നു. പുറത്ത് അങ്ങനെയല്ല എന്നുള്ള തെളിവുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ NSS ജനറൽ സെക്രട്ടറി ഉറപ്പായിട്ടും പ്രതികരിക്കേണ്ടതാണ്. ശക്തമായ പ്രതികരണങ്ങൾ കുറേ കാലത്തിന് ശേഷം അദ്ദേഹം നമ്മൾ കേട്ടതാണല്ലോ. അപ്പോൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉറച്ച നിലപാടെടുക്കുന്ന NSS ജനറൽ സെക്രട്ടറി ഉറപ്പായിട്ടും ഇതിൽ പ്രതികരിക്കേണ്ടതാണ്. ജിമ്മി, ആദ്യം പീഠത്തിൽ പാളി, അത് കഴിഞ്ഞ് പാളിയുടെ കാര്യത്തിലായി. ഏറ്റവും അവസാനം വരുമ്പോൾ വിജയ് മല്യ കൊണ്ടുവന്ന സ്വർണം അവിടെ അത് എത്രയായിരുന്നു എന്നതിനെക്കുറിച്ച് നോക്കുമ്പോൾ അതും കണക്കില്ല. 30-ലധികം കിലോ സ്വർണം എന്നല്ലാതെ ആ സ്വർണം രജിസ്റ്റർ ചെയ്തതിന് പോലും രേഖയില്ല എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എത്ര പുറകോട്ട് പാളി എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതിനകത്താണ് ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. 2019 ഉണ്ണികൃഷ്ണ പോറ്റിയുടെ കയ്യിൽ ഇത് കൊടുത്തുവിട്ടത് തെറ്റായിപ്പോയി. ദേവസ്വം ഉദ്യോഗസ്ഥർ കൂടി പോകേണ്ടതായിരുന്നു. അങ്ങനെ ഒരാളെ കൊണ്ടുപോയത് ശരിയായില്ല എന്ന് അദ്ദേഹം പറഞ്ഞു.
പക്ഷേ എൻ്റെ പ്രശ്നം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണം പൂശൽ ഏറ്റെടുക്കുന്നത്? ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി? ഇപ്പം നമുക്കറിയാവുന്നത് വിജയ മല്യ ഒരു വലിയ വ്യവസായിയാണ്. വ്യവസായി 30 കിലോ സ്വർണം പൂശി. പ്രളയത്തിൽ ഒലിച്ചുപോയ രാമമൂർത്തി മണ്ഡപം, അത് കുമരൻ സിൽക്സിൻ്റെ മുതലാളിയാണ് ചെയ്തു കൊടുത്തത്. ഇങ്ങനെ വലിയ വലിയ ആളുകൾ സ്പോൺസർ ചെയ്തതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ശബരിമലയിലെ ശ്രീകോവിലിൽ ഇരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട 2 ശില്പങ്ങളുടെ പാളികൾ സ്വർണം പൂശാൻ ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചു കൊടുത്ത, ശബരിമല അധികാരികളെ ഏൽപ്പിച്ചു കൊടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്? എന്താണ് അയാളുടെ അതോറിറ്റി? എന്താണ് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം? അദ്ദേഹം വ്യവസായിയാണോ? പണക്കാരനാണോ? അല്ല, ഒരാൾക്ക് വഴിയെ പോകുന്ന ആരെങ്കിലും വിളിച്ച് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമോ? നമുക്കറിയാവുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി 2004 കാലഘട്ടത്തിൽ ബാംഗ്ലൂരിൽ ഒരു അമ്പലത്തിലെ ശാന്തിക്കാരനായിരുന്നു. അതിനുശേഷം ശബരിമലയിൽ വരുന്നു. ശബരിമല എത്രയോ കാലം ശബരിമലയിലെ ഈശാന്തിയുടെ പരികർമ്മി, അവരുടെയൊക്കെ സഹായിയായിട്ട് എർത്തായിട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന അങ്ങനെ ഒരാളായിട്ട് ചുറ്റിക്കൂടുന്നൊരു മനുഷ്യനാണ്. അയാളെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കാര്യം ഏൽപ്പിച്ചു കൊടുക്കാൻ തോന്നുന്നത്? അപ്പോൾ എന്തായാലും പണം ഇയാളുടെ അല്ല എന്നുള്ളത് അന്നേ അറിയാം. അപ്പോൾ സ്വന്തമായി പണമില്ലാത്ത, സ്പോൺസർ ആവാനുള്ള യാതൊരു സാമ്പത്തിക ഭദ്രതയുമില്ലാത്ത ഒരാളുടെ കയ്യിൽ സ്പോൺസർ എന്ന് പറഞ്ഞ് നിങ്ങൾ പാളികൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് 2019. അവിടെ നിന്ന് തുടങ്ങുന്നു പാളിച്ചകളുടെ തുടക്കം. ഇപ്പോൾ എൻ്റെ കയ്യിൽ പണമില്ല, പക്ഷേ എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഏൽപ്പിക്കുന്ന ആളുകൾക്ക് അറിയാമല്ലോ ഞാനിത് പിരിച്ചായിരിക്കും എടുക്കുക. അപ്പോൾ എങ്ങനെ പിരിക്കും? ഏതൊക്കെ രീതിയിൽ പിരിക്കും? അത് അയാളുടെ ഉത്തരവാദിത്തമാണ്, അയാൾ ചെയ്യണം എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരണം. കൂടെ ഒരാളെ വിട്ടുമില്ല, തന്നെ എടുത്തുകൊണ്ട് പോകാൻ പറയുന്നു. നോക്കൂ, എന്തൊരു ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ്, എന്തൊരു ഗുരുതരമായ പ്രവൃത്തിയാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുണ്ടായത്. അവിടെയല്ലേ പ്രശ്നം? ഒരു തരത്തിലും ഇത് ചെയ്യാൻ യോഗ്യതയില്ലാത്ത, പണമില്ലാത്ത, അങ്ങനെ യാതൊരു പശ്ചാത്തലമില്ലാത്ത ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അയാൾ എന്തോ വലിയ കുഴപ്പം കാണിച്ചു എന്ന് ഇപ്പോൾ പറയുന്നതിൽ എന്താണ് അർത്ഥം? കള്ളനെ താക്കോൽ ഏൽപ്പിക്കുക എന്ന് പറയും. അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ കള്ളത്തരം കാണിക്കാനുള്ള, കളവ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഇങ്ങനെ ഒരു സ്പോൺസറെ നിങ്ങൾ തീരുമാനിച്ചതോടുകൂടി എത്തിയിരിക്കുകയാണ്. ഇത് ശബരിമലയിൽ ആദ്യത്തെ പോറ്റിയല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ പോറ്റി എന്നൊരു പേരും വെളുത്ത നിറവും ഉണ്ടെങ്കിൽ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, അദ്ദേഹത്തിന് ഫ്രീ ആക്സസ്സാണ്. ശബരിമലയിൽ എല്ലാ കാലത്തും ഇത്തരം ഉപഗ്രഹങ്ങൾ ഇങ്ങനെ കറങ്ങി നിൽക്കും. എന്താ, ഇപ്പം നിങ്ങൾക്കൊരാവശ്യമുണ്ട്, ശബരിമലയിൽ ദർശനം നടത്തണം ഒരാളെ കൊണ്ട്, ഇദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ മതി, കാര്യം നടക്കും. അത് ഇനി തിരിച്ച് നിങ്ങൾക്കിപ്പോൾ ശബരിമല എന്തെങ്കിലും പ്രത്യേകിച്ച് പൂജ ചെയ്യണം. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് പടിപൂജ ശബരിമലയിലെ പ്രധാനപ്പെട്ട ഒരു പൂജ 2038 വരെ ബുക്ക്ഡാണ്. പക്ഷേ ഇത്തരം ആളുകൾ വിചാരിച്ചാൽ അത് പല അമ്പലങ്ങളിലും ഉണ്ട്, ഈ സൈഡ് റൂട്ട് വെട്ടുക എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് വേണം, അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക? ഞാൻ മനസ്സിലാക്കുന്നത് ശബരിമലയിൽ കലണ്ടർ വർഷം തുടങ്ങുമ്പോൾ മാത്രം ഒഴിവ് വരുന്ന ചില ഡേറ്റുകളുണ്ടാവും. അല്ലെങ്കിൽ ബുക്ക് ചെയ്ത ആളുകൾക്ക് വിശ്വാസപരമായ കാരണങ്ങളാൽ ചിലപ്പോൾ പൂജയ്ക്ക് വരാൻ പറ്റിയില്ല എന്ന് വരും, കുടുംബത്തിലെ മരണമോ മറ്റെന്തെങ്കിലും കാരണത്തിൻ്റെ പേരിൽ. അപ്പോൾ ഇതൊക്കെ ഒഴിവ് വരും. ഇതൊരിക്കലും പരസ്യമായി ലേലത്തിനോ അല്ലെങ്കിൽ ഓപ്പൺ ബുക്കിങ്ങിനോ പോവില്ല, ഇത്തരം ആളുകൾ വഴിയാണ് പോവുക. ഇതാണ് ഇവർക്കുള്ള ശബരിമലയിലെ പവർ. ഇത് ദേവസ്വം ബോർഡിന് അറിയാം. പകരം ഇവരെന്താ ദേവസ്വം ബോർഡിന് ചെയ്തു കൊടുക്കേണ്ടത്? എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ ശബരിമലയിലെ പ്രവർത്തികൾ നിങ്ങളുടെ കയ്യിലുള്ള ആളുകളെ സെറ്റപ്പ് ആക്കി കൊടുത്ത് ചെയ്യിപ്പിച്ചുകൊണ്ട് വരിക. ഇങ്ങനെ കള്ളന്മാരെ ഉണ്ടാക്കുന്ന ഒരു വ്യവസ്ഥ ശബരിമലയിൽ എത്രയോ കാലമായി നടന്നു എന്നുള്ളതിൻ്റെ മകുട ഉദാഹരണമാണ് ഇങ്ങനെ ഒരു പേര്. ഇനി ഇതിനു മുമ്പ് ശബരിമലയിൽ അനൗദ്യോഗികമായി മറ്റൊരു സ്പോൺസർഷിപ്പിന് ആളുകളെ പിടിക്കാൻ ഒരാളുണ്ടായിരുന്നു. അയാളൊരു തമിഴ്നാട് സ്വദേശിയാണ്. പേരന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അയാളുടെ മുറിയിൽ നിന്ന് സിഗരറ്റ് കുറ്റി കണ്ടെത്തുന്ന പറഞ്ഞ് പുറത്താക്കിയിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗികമായി അങ്ങനെ ഒരാളില്ല. പക്ഷേ മീഡിയ സെൻറ്ററിൽ ഇയാൾക്ക് മുറിയുണ്ട്. ഇങ്ങനെയാണ് ശബരിമലയിൽ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. അപ്പോൾ കള്ളന് താക്കോൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന, ഒരു തരത്തിലും സ്പോൺസർഷിപ്പിന് യോഗ്യതയില്ലാത്ത ഒരാൾക്ക് ശബരിമലയിലെ ഏത് പ്രവൃത്തിയും സ്പോൺസർ ചെയ്യാം എന്നൊരു അധികാരം കൊടുത്താൽ അയാൾ പിരിക്കാതെ പിന്നെ എന്താ ചെയ്യുക? ഒരു നല്ല കച്ചവടക്കാരൻ കൊണ്ടാണെങ്കിൽ അദ്ദേഹം ഇറങ്ങി നടന്ന് പിരിക്കും. ആർക്കറിയും? ഇപ്പോഴും പറയുന്നു, ഈ പോറ്റി ഇത് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല, പക്ഷേ ഒരു സാധ്യത പറയുകയാണ്. എൻ്റെ കയ്യിലാണ് കിട്ടുന്നതെങ്കിൽ, ഞാനൊരു പഠിച്ച കള്ളനാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ മുഴുവനല്ല, ഇന്ത്യക്ക് പുറത്ത് നടന്ന് പിരിക്കും. ഇപ്പോൾ നമ്മൾ ഇന്ന് ബാംഗ്ലൂരിൽ പോയി കണ്ട് സംസാരിച്ച അയാളിപ്പോഴും പറയുന്നില്ല ഞാൻ എത്ര സ്വർണം കൊടുത്തു എന്ന്. എനിക്കത് പറയേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അയാളുടെ വിഷയവുമല്ല. ഇങ്ങനെയുള്ള എത്രയോ ഭക്തന്മാർ, പേര് പുറത്ത് വരണ്ട, എത്ര സ്വർണ്ണമാണെന്ന് അറിയണ്ട, പറ്റിക്കപ്പെട്ടു എന്ന് അറിഞ്ഞാൽ പോലും അയ്യപ്പന് വേണ്ടിയല്ലേ പോട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകൾ, ഈ മനുഷ്യരെ മുഴുവൻ
ഇങ്ങനെ ശബരിമലയിലെ കാര്യം പറഞ്ഞ് ശബരിമല പ്രധാനപ്പെട്ട ആളാണ്. കാരണം നിങ്ങൾക്ക് ശബരിമലയിൽ പോയി ഒരു ഫോൺ കോൾ വിളിച്ചാൽ ഇദ്ദേഹം വരും, നിങ്ങളെ കാണിക്കും. അപ്പോൾ ശബരിമല പ്രധാനപ്പെട്ട ആളാണ്. അയാളുടെ കയ്യിൽ പൈസ കൊടുക്കുകയാണ്. അങ്ങനെ പിരിവോട് പിരിവ്, ഇങ്ങനെ പിരിച്ച് എന്തും ചെയ്യാവുന്നൊരവസ്ഥയിലേക്ക് വരുന്നു. അവസാനം എങ്ങനെയാണ് ഇത് പിടിക്കപ്പെട്ടത്? ഒരു പീഠത്തിൻ്റെ കാര്യത്തിൽ ആവശ്യമില്ലാത്തൊരു അതിബുദ്ധി കാണിച്ചു, പീഠം കാണാനില്ലാന്ന് പറഞ്ഞു, പീഠം കിട്ടുന്നു, അതിൻ്റെ പുറകോട്ട് അന്വേഷണം പോകുന്നു, ഇപ്പോൾ മൊത്തം കുളമാകുന്നു. പക്ഷേ ശബരിമലയിലെ വ്യവസ്ഥയാണ് പ്രശ്നം. ഇത് ശബരിമലയിൽ എത്രയോ കാലമായി നമ്മൾ എത്ര സമയത്ത് കണ്ടിട്ടുണ്ട്. ശബരിമലയിൽ 2006 പണ്ടൊരു വിവാദമായ ദേവപ്രശ്നം നടന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അത് പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ അദ്ദേഹം പറയാണ്, ശബരിമലയിൽ സ്ത്രീ സാന്നിധ്യമുണ്ട്, അയ്യപ്പ വിഗ്രഹത്തിൽ ഒരു സ്ത്രീ തൊട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അത് വലിയ വാർത്തയായി. 2 ദിവസം കഴിയുമ്പോൾ ശബരിമലയിലേക്ക് ഫാക്സ് വരികയാണ്. ഒരു നടി ജയമാല ശ്രീകോവിനുള്ളിലേക്ക് പോയി ഞാൻ തൊട്ടിട്ടുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണ പണിക്കർ പറഞ്ഞു, സത്യമായി, മഹാത്ഭുതം, കണ്ടോ, ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു. അവസാനം ഇത് കേസായപ്പോൾ ഉണ്ണികൃഷ്ണ പണിക്കർ പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് ജയമാല സമ്മതിച്ചു. അവസാനം കേസായി കുടുങ്ങി. എന്തായാലും ഭാഗ്യത്തിന് അത് പ്രോസിക്യൂഷനിലേക്ക് ഇതുവരെ പോയില്ല. ഇപ്പോഴും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് 2018 മറ്റൊരു ദേവപ്രശ്നത്തിൽ ശബരിമലയിൽ നിന്ന് ഒരു കേസിൻ്റെ പുറത്തായ മനുഷ്യനെ ദേവപ്രശ്നത്തിൻ്റെ പേരിൽ വീണ്ടും പൂജയ്ക്കെടുക്കണം എന്ന് പറഞ്ഞും ഒരു ദേവപ്രശ്നം ഉണ്ടായി. അതും പിന്നെ അവസാനം അംഗീകരിക്കപ്പെട്ടില്ല. അങ്ങനെ ചുരുക്കത്തിൽ നമ്മൾ ഒരു കാലത്തും പഠിക്കാൻ പോകുന്നില്ല. ഓരോരോ സംഭവങ്ങളായി ഇങ്ങനെ വന്നിട്ടും ഇത്രയും കാര്യങ്ങളുണ്ടായിട്ടും നമ്മുടെ ഭാഗത്തു നിന്ന്, അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു ജാഗ്രത ശബരിമലയുടെ കാര്യത്തിൽ ഉണ്ടായില്ല എന്നുള്ളതൊരു വളരെ ഗുരുതരമായ പ്രശ്നമാണ്. കള്ളനെ താക്കോൽ ഏൽപ്പിക്കുന്ന, ഒരു തരത്തിലും സാമ്പത്തികമായി ശക്തിയില്ലാത്ത ഒരാളെ സ്പോൺസറാക്കിയിട്ട് അയാൾ എന്തോ വലിയ തട്ടിപ്പ് കാണിച്ചു, ഞങ്ങൾക്കറിയില്ല, ഇത് ആരാണ് ഈ പോറ്റിയത് ഞങ്ങൾക്കറിയില്ല, എവിടുന്നോ വന്നു, ഇയാളിങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ അറിഞ്ഞോ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ പറയുന്നത് 2019 ഉദ്യോഗസ്ഥരെ കൂടെ പോയില്ല, അതാണ് കുറ്റം എന്നാണ്. ഒരു സാമ്പത്തിക ശക്തിയുമില്ലാത്ത ഒരാളെ നിങ്ങൾ എങ്ങനെ സ്പോൺസറാക്കി? അവിടെ നിന്നല്ലേ തുടങ്ങേണ്ടത്? എത്രയോ കാലമായി ഇതാണ് പരിപാടി. അപ്പോൾ പാളിയത് ഇന്നും ഇന്നലെയുമല്ല, കുറേ കാലമായിട്ടാണ്. പിന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയണത്, പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഇത് പുതിയ ദേവസ്വം പ്രസിഡന്റിന് മനസ്സിലായി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 2025, അതായത് ഈ വർഷം ജൂലൈയിൽ പബ്ലിക് റിലേഷൻസ് ഓഫീസർ GS അരുണിനെ ശബരിമല സ്പോൺസർഷിപ്പ് കോർഡിനേറ്ററായി നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കി പ്രശാന്ത്. ഈ ഫ്രോഡുകളെല്ലാം മനസ്സിലായതുകൊണ്ടാണ്. അതുപോലെ തന്നെ P. വിജയകുമാറിനെ അസിസ്റ്റന്റ് സ്പോൺസർഷിപ്പ് കോർഡിനേറ്ററായി ഉത്തരവിറക്കി. ഇത് മലയാളത്തിൽ മാത്രമല്ല പല ഭാഷകളിലും ഇത് പബ്ലിഷ് ചെയ്ത് വേണ്ടപ്പെട്ടവരെല്ലാം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴേക്കും നടക്കേണ്ട കാര്യങ്ങളെല്ലാം നടന്നുപോയി. എന്തൊക്കെ മോഷണം പോയി, എന്തൊക്കെ ശബരിമലയിൽ ബാക്കിയുണ്ടെന്നുള്ളത് അയ്യപ്പനറിയാം. ഓക്കെ, 2-3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അതിനുശേഷമേ നമുക്കൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയൂ. ഇപ്പോഴും പൂർണ്ണമായും ചിത്രം തെളിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. തെളിഞ്ഞ ചിത്രത്തിൻ്റെ കാര്യം ഞാൻ ആദ്യമേ പറയാം. നമ്മുടെ നാട്ടിൽ ഈ വീർക്കാതെ ഏറ്റവും കൂടുതൽ സമ്പന്നനാവാൻ പറ്റുന്ന സാധ്യതയുള്ള ബിസിനസ്സുകളിലൊന്നാണ് വിശ്വാസത്തിൻ്റെ പേരിൽ നടക്കുന്ന കച്ചവടം എന്ന് പറയുന്നത്. ഇന്ന് വിശ്വാസത്തിൻ്റെ പേരിൽ നടക്കുന്ന കച്ചവടം ലോകമെമ്പാടും കോടികളാണ് സമ്പാദിക്കുന്നത്. അത് നേർവഴിയിലുള്ള ചില കച്ചവടങ്ങളുണ്ട്, അതല്ലാതെ വിശ്വാസത്തെ തന്നെ വീണ്ടും പറ്റിച്ച് വീണ്ടും കച്ചവടം നടത്തി ലാഭം കൊയ്യുന്ന ആളുകൾ നിരവധി നമ്മുടെ ചുറ്റുമുണ്ട്. അത്തരത്തിലൊരു കേസായി കൂടി വേണം ശബരിമലയിലെ ഈ വിഷയത്തെ പരിഗണിക്കാൻ. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ ശംഭുപാളിയുമായി ബന്ധപ്പെട്ട് എന്താണ് ബന്ധം? എങ്ങനെയാണ് ഇയാൾ ഇവിടെ വരുന്നത്? ശബരിമലയിലെ ഒരു പ്രിയപ്പെട്ടവനായി തീരുന്നത് എങ്ങനെയാണ്? ഇയാൾക്ക് അവിടെയുള്ള പ്രധാനപ്പെട്ട ആക്സസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ശബരിമലയിൽ അന്നദാനം കൊടുക്കാൻ വേണ്ടി 6 ലക്ഷം രൂപയാണ് ചിലവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ അദ്ദേഹം ഒരു പ്രത്യേക ദിവസം തന്നെ അന്നദാനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബുക്കിംഗ് അദ്ദേഹത്തിൻ്റെ പേരിലായിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി 30 ലക്ഷത്തോളം രൂപ പിരിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള കണക്കുകൾ പുറത്തു വരുന്നു. അതായത് അന്നദാനത്തിന് ചിലവാക്കേണ്ട തുകയുടെ 5 ഇരട്ടി അദ്ദേഹം പിരിച്ചിട്ടുണ്ട്. ബാക്കി പണം എവിടെ പോയി എന്ന ചോദ്യത്തിനാണ് ഇന്ന് വിജിലൻസ് നൽകുന്ന സൂചന ഇയാൾ ഒരു ബ്ലേഡ് പലിശക്കാരനായിരുന്നു എന്നതാണ് വിജിലൻസ് നൽകുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഈ വിശ്വാസത്തെ വിറ്റുകൊണ്ട്, സാധാരണ അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസത്തെ വിറ്റുകൊണ്ട് ജീവിച്ച ഒരു ആളാണ്, അതിൽ ഉപജീവനം നടത്തിയിരുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കുന്നു. 2004 ബംഗളൂരിലുള്ള ശ്രീരാമപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ ഇയാളൊരു ശാന്തിക്കാരനായി അവിടെ നിന്ന് പുറത്തു പോകുന്നത്. അതിൻ്റെ കാരണം തികച്ചും വ്യക്തിപരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് കുടുംബവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് എന്നതാണ് ഞാൻ അറിയുന്നത്. അതിന് കൂടുതൽ വിശദാംശങ്ങൾ വരും. ചില വിഷയങ്ങൾ നമുക്കറിയാൻ താല്പര്യവുമില്ല. എന്നാൽ അവിടെ മുതൽ ഇയാളെ ഈ ശ്രീരാമപുരം അയ്യപ്പ ക്ഷേത്രത്തിലെ ട്രസ്റ്റ് ഭാരവാഹികൾ അവിശ്വസിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്കൊന്ന് വിശ്വംഭരനും അതേ നിലപാടാണുള്ളത്.
ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം ശാന്തിക്കാരനായി പണിയെടുത്ത ബംഗളൂരുവിലെ ശ്രീരാമപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ ഇയാൾ വിശ്വാസയോഗ്യമല്ലാത്ത ഒരാളായിരുന്നു എന്നത് തീർപ്പ് കൽപ്പിച്ചയാളാണ്. അങ്ങനെയാണെങ്കിൽ 2004 ബാംഗ്ലൂരിൽ ഇയാൾ കള്ളനെന്നോ അതല്ലെങ്കിൽ ഇയാളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നോ ഇയാൾ പറ്റില്ലെന്നോ കരുതി ബാംഗ്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലെ പ്രധാനപ്പെട്ട സ്പോൺസറാക്കി മാറ്റിയത് ആരാണ്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് തിരിച്ചറിയാനുള്ള മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? നമ്മൾ മനസ്സിലാക്കുന്നത് ഇയാൾ അവിടെ നിന്ന് മുങ്ങി ശബരിമലയിലേക്ക് പൊങ്ങുമ്പോൾ അതിൽ ചില വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ്. അത് കൂടുതലും ആ ബന്ധങ്ങൾ നടത്തിയിരുന്നത് ചില ബോർഡ് മെമ്പർമാരുമായിട്ടും ചില ബോർഡിലെ ഉദ്യോഗസ്ഥരുമായിട്ടും ഇയാൾക്ക് അവിഹിതമായ കൂട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇയാൾ സ്പോൺസർ എന്ന നിലയിൽ പരിചയപ്പെടുത്തി തുടങ്ങുന്നത് 2019 പക്ഷേ അതിനു മുമ്പ് തന്നെ ഇയാൾ അന്നദാനം അടക്കമുള്ള കാര്യങ്ങൾ സ്പോൺസർ ചെയ്തിരുന്നു. പടിപൂജ അടക്കമുള്ള കാര്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമല്ലോ. ശബരിമലയിലെ പടിപൂജ സാധാരണ നടക്കുന്നത് മണ്ഡലകാലങ്ങളിലും മാസപൂജാ വേളകളിലുമാണ്. അതല്ലാതെ വിശേഷ ദിവസങ്ങളിലും അവിടെ പടിപൂജയ്ക്ക് അവസരമുണ്ട്. ഈ വിശേഷ ദിവസങ്ങളിലെ പടിപൂജ മുഴുവൻ ഈ ചില വിശിഷ്ട വ്യക്തികൾക്ക് വേണ്ടി ബുക്ക് ചെയ്യുന്നവരിൽ ഒരാൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു അത്രേ. അപ്പോൾ ആ വിശ്വാസിയെ കണ്ടെത്തി, സമ്പന്നനായ ഒരു വിശ്വാസിയെ കണ്ടെത്തുന്നു. നിങ്ങൾക്ക് പടിപൂജ നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന തീയതി പടിപൂജയുണ്ടെന്ന് അറിയിക്കുന്നു. 2038 വരെ എങ്ങാണ്ട് ബുക്കിംഗ് ക്ലോസ് ആയ പടിപൂജ കിട്ടുന്നതിലുള്ള സന്തോഷത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ തന്ത്രിയേക്കാൾ വലിയ ആളായിട്ട് അയാൾക്ക് മാറുന്നു. ഇതിനിടയിൽ കുറച്ചു കാലം അയാൾ ശബരിമലയിലെ കീഴ്ശാന്തിയുടെ പരികർമ്മിയായി കൂടി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ബംഗളൂരുവിൽ നിന്ന് പുറംതള്ളപ്പെടുന്ന ആ ക്ഷേത്രത്തിൽ നിന്ന് പുറംതള്ളപ്പെടുന്ന ഒരാളെ ശബരിമലയിലേക്ക് അടുപ്പിക്കുന്നത് എന്നത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നു. ഇനി അവിടെ അയാൾ അതെല്ലാ കാലങ്ങളിലും ഉണ്ട് എന്ന് ഓർമ്മിക്കണം. 2019 2014 അതിനു മുൻപും അയാൾക്ക് ശബരിമലയിൽ ഇത്തരത്തിലുള്ള സ്വാധീനമുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കാലാകാലങ്ങളിലായിട്ട് വിവിധ ബോർഡുകളിലൂടെ അയാൾ അവിടുത്തെ സ്വാധീനം ഉറപ്പിച്ചു എന്ന് വേണം കരുതാൻ. അഷ്ടപൂജ എന്ന പേരിലുള്ള ഒരു പുതിയ പൂജാ സങ്കല്പത്തെക്കുറിച്ച് അയാൾ അവിടെ പറയുമായിരുന്നു. പടിപൂജ, ഈ പറയുന്ന വിശേഷ ദിവസങ്ങളിൽ ഒരുക്കി കൊടുക്കുന്ന പരിപാടി, അന്നദാനത്തിനു വേണ്ടി 5 ഇരട്ടിയിലധികം തുക ഭക്തരിൽ നിന്ന് പിരിച്ചെടുത്ത് ബ്ലേഡ് പരിപാടിക്ക് കൊടുക്കുന്ന പരിപാടി, ഇങ്ങനെ നിരവധി കൃത്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരാളെ 2019 ഈ സ്വർണ്ണപ്പാളി ഗോൾഡ് പ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നത് ഏത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ മനസ്സിലാക്കുന്നത് ചില ബോർഡ് മെമ്പർമാർ പറഞ്ഞു ഇയാൾ വിശ്വസിക്കാൻ പറ്റിയ ഒരാളാണ്. അന്ന് 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മുന്നിൽ വന്ന പ്രശ്നം, അവിടുത്തെ 1998 വിജയമല്യയുടെ കാലത്ത് ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തിയ ശ്രീകോവിലും ആ 99 ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തിയ ദാരുശില്പത്തിനും മങ്ങലേറ്റിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അത് ഗോൾഡ് പ്ലേറ്റിംഗ് ചെയ്യണം എന്നുള്ളതായിരുന്നു തിരുവിതാംകൂർ ബോർഡിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ഒരാവശ്യം. എന്നാൽ അത് തിരുവിതാംകൂർ ദേവസ്വത്തിന് സ്വർണ്ണം എടുത്ത് ചെയ്യാൻ പറ്റില്ല. സ്പോൺസർമാരുണ്ടെങ്കിലേ ചെയ്യാൻ സാധിക്കൂ. ഏകദേശം 50 പവനോളം വേണം ഇത് ഗോൾഡ് പ്ലേറ്റ് ചെയ്യാൻ. അതാണ് കണക്ക്. 49 പോയിന്റ് സംതിങ് പവനാണ് വേണ്ടത്. 397 ഗ്രാം സ്വർണ്ണമാണ് ഇത് ഗോൾഡ് പ്ലേറ്റ് ചെയ്യാൻ വേണ്ടത്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന 42 കിലോഗ്രാം സ്വർണ്ണമൊന്നും അല്ല യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. അതാണ് ഞാൻ പറയാൻ പോകുന്ന അതിലെ വസ്തുത എന്ന് പറയുന്നത്. നമ്മൾ കാര്യങ്ങൾ തെളിച്ചു തന്നെ പറയണമല്ലോ. ഇതിൻ്റെ പേരിൽ നമ്മൾ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാനും പാടില്ല. അപ്പോൾ ഇതാരാണ് എന്ന ചോദ്യത്തിന് ഒരു ദേവസ്വം ബോർഡ് അംഗം കൊണ്ടുവന്ന് ബോർഡ് പ്രസിഡന്റിനെ മറ്റോ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് ഇവിടുത്തെ സ്പോൺസറാണ്, ഇയാൾ വേണമെന്ന് വെച്ചാൽ ഈ ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തും. ഇയാളുടെ ഒപ്പമുണ്ടായിരുന്ന സുബ്രഹ്മണ്യം പോറ്റിക്കൊപ്പമുണ്ടായിരുന്ന രമേശ് റാവു, അനന്തഗോപൻ, ഇങ്ങനെയുള്ള 3 പേർ കൂടി ചേർന്ന് വിനീത് ജെയിൻ എന്ന് പറയുന്ന ഒരു വ്യവസായിയുടെ സാന്നിധ്യത്തിൽ, അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഗോൾഡ് പ്ലേറ്റിംഗ് നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു. പക്ഷേ അന്ന് ചട്ടപ്രകാരം തന്നെയാണ് കൊടുത്തുവിട്ടതെന്നാണ് പറയുന്നതെങ്കിലും അതിന് കൃത്യമായ രേഖകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് PS പ്രശാന്ത് ഇപ്പോൾ പറയുന്നത്. എന്നാൽ ഇപ്പോൾ കൊടുത്തുവിട്ടിരിക്കുന്നതോ ചട്ടപ്രകാരം തന്നെയാണ്. അത് ഞാൻ പറയാം. അപ്പോൾ അന്ന് കൊടുത്തുവിടുന്ന സമയത്ത് അതിൽ എത്ര സ്വർണ്ണമുണ്ടായിരുന്നു, എത്ര ചെമ്പുണ്ടായിരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അതിൽ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നതാണ് വാസ്തവം. ആ കണക്ക് ഞാൻ പറയാം. 1999 വിജയമല്യ ഈ ശ്രീകോവിലടക്കം സ്വർണ്ണം പൂശാൻ വേണ്ടിയിട്ട് അന്ന് 30.3 കിലോഗ്രാം സ്വർണ്ണമാണ് ഉപയോഗിക്കുന്നത്. 1900 കിലോഗ്രാം ചെമ്പ് പാളികളാണ് അന്ന് ശബരിമലയുടെ ശ്രീകോവിലും മറ്റു പ്രദേശങ്ങളും, അതായത് ഈ സന്നിധാനത്തിൻ്റെ ഉൾഭാഗത്തെ വാളിലടക്കമുള്ള ഭാഗങ്ങളിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്നതിന്, ദാരുശില്പങ്ങൾ പ്ലേറ്റ് ചെയ്യുന്നതിന്, മറ്റു ഉപമണ്ഡപങ്ങളിലെ വിമാനങ്ങൾ പ്ലേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്, ചില വാതിലുകൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചത്. അതിന് ഏകദേശം 18 കോടി രൂപ ചിലവായി. അതെങ്ങനെയാണ് ചെയ്തത്? അന്ന് അവിടെയാണ് നമ്മുടെ സംശയമുള്ളത്. അന്ന്, അതായത് 98 ഇത് ഗോൾഡ് പ്ലേറ്റിംഗ് ചെയ്യുന്ന സമയത്ത്
മൈലാപ്പൂരിൽ നിന്നുള്ള ഒരു ജുവലറി ഉടമ JNR ജുവലറിയുടെ ഉടമ നാഗരാജുവിൻ്റെ നേതൃത്വത്തിൽ 53 ശില്പികൾ വന്ന് ഈ സന്നിധാനത്ത് ശബരിമലയിൽ വന്നിരുന്ന് പണിഞ്ഞാണ് ഈ മേൽക്കൂരയടക്കം സ്വർണം പൂശുന്നത്. അങ്ങനെ പൂശുന്നത് തന്നെ ഒരു പ്രത്യേക രീതിയിലാണെന്നാണ് പറയുന്നത്. അന്ന് അതിനുവേണ്ടി ഉപയോഗിച്ച സ്വർണത്തിൻ്റെ കണക്കുമുണ്ട്. 30.3 കിലോഗ്രാം സ്വർണ്ണമാണ്. അതിൽ ഈ ചെമ്പ് തകിടിലാണ് സ്വർണം പൂശുന്നത്. ആദ്യം ചെമ്പ് തകിട് വിരിയിക്കുന്നു, അത് പല പല പാളികളായിട്ടെടുത്ത് അതിൻ്റെ പുറത്ത് ഒട്ടകത്തോല് വെച്ച് അതിൻ്റെ പുറത്ത് പല പാളികളായിട്ട് സ്വർണം വെച്ച് പലതവണ 5000-ലധികം തവണ ചുറ്റിക കൊണ്ട് അടിച്ചു നിരത്തി അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് അത് അന്ന് നിർമ്മിച്ചിരുന്നത് എന്നുള്ളതാണ്. അന്ന് അത് അവിടെ വെച്ച് നിർമ്മിക്കാമെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് നമുക്ക് എന്തുകൊണ്ട് അവിടെ ചെയ്തുകൂടാ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ചിലർ ഉയർത്തുന്ന ചോദ്യം ഇലക്ട്രോപ്ലേറ്റിംഗ് അങ്ങനെ സന്നിധാനത്ത് വെച്ച് നടത്താൻ പറ്റാത്തതുകൊണ്ട് ശബരിമലയിലേക്ക് കൊണ്ടുപോയി ഇതിനു പുറമെ മറ്റ് ചില സാധനങ്ങൾ കൂടി ഇതേപോലെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്നാണ് PS പ്രശാന്ത് ചോദിക്കുന്നത് മാനുവലിന് വിരുദ്ധമായി. അതെന്തായാലും ആവട്ടെ. അപ്പോൾ എത്ര സ്വർണ്ണമാണ് ഉണ്ടായിരുന്നത്? മൊത്തം ഉണ്ടായിരുന്നത് 30.3 കിലോഗ്രാം, അതായത് മേൽക്കൂര അടക്കം. ഈ ദാരുശില്പത്തിൽ മാത്രം എത്ര സ്വർണ്ണമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ കണക്ക് കൂടി അറിയണം. ദാരുശില്പത്തിൽ ഉണ്ടായിരുന്നത് 397 ഗ്രാം സ്വർണ്ണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 397 ഗ്രാം ആണ്. ഇതെങ്ങനെയാണ് മനസ്സിലായത്? ഇതിന് എത്ര കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു? അന്ന് 42.8 കിലോഗ്രാം ചെമ്പുപാളിയിലാണ് ഈ സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അന്ന് മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 2019 സ്വർണം കൊണ്ടുപോകുന്ന സമയത്ത് മഹസറിൽ രേഖപ്പെടുത്തിയിരുന്നത് 42 കിലോഗ്രാം 42.8 കിലോഗ്രാം വരുന്ന ചെമ്പുപാളികൾ 14 എണ്ണമാണ് മഹസറിൽ രേഖപ്പെടുത്തി കൊണ്ടുപോയത്. സ്വർണ്ണമല്ല. ആകെ അതിൽ സ്വർണം ഉണ്ടായിരുന്നത് 397 ഗ്രാം സ്വർണ്ണമാണ് തിരിച്ച് പൂശി ഇവിടേക്ക് കൊണ്ടുവരുന്നതായിട്ട് മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് 2019 കണക്കാണ് കേട്ടോ. അന്ന് 4.41 കിലോഗ്രാം കുറഞ്ഞിരുന്നു. ഏതിൽ നിന്നാണ് കുറഞ്ഞിരിക്കുന്നത്? ചെമ്പുപാളിയിൽ നിന്നാണ് കുറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതാണ് നമ്മുടെ പരക്കെ ഉയരുന്ന തെറ്റിദ്ധാരണ. 4 കിലോഗ്രാം സ്വർണം അടിച്ചു മാറ്റിയോ? അല്ല. അതിൽ ആകെ ഉണ്ടായിരുന്ന 42 കിലോഗ്രാം ചെമ്പിൽ 4.41 കിലോഗ്രാം ചെമ്പ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ 397 ഗ്രാം സ്വർണ്ണം മാത്രമാണ് ഇലക്ട്രോപ്ലേറ്റിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് 50 പവൻ അടുത്ത് വരും. 49 പവൻ മാത്രമേ വരത്തുള്ളൂ. ഇതിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി പരിശോധിക്കപ്പെടേണ്ടത്. ഇത് 2019 അതിനുശേഷം പിന്നീട് ഉണ്ണികൃഷ്ണൻ എന്താ ചെയ്തിട്ടുണ്ടാവുക? ഈ ചെമ്പുപാളി പലയിടങ്ങളിലും കൊണ്ടുപോയി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കാശുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വിജിലൻസിൻ്റെ അനുമാനം. നമ്മളും അങ്ങനെ തന്നെയാണ് സംശയിക്കുന്നത്. അങ്ങനെ സംശയിക്കാൻ കാരണമുണ്ട്. കാരണം സ്വർണം നേരിട്ട് അടിച്ചു മാറ്റുകയല്ല ചെയ്യുന്നത്. ഇത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വ്യാജവാതിൽ കൊണ്ട് പൂജിച്ചു എന്നാണ് ഇന്ന് വിശ്വംഭരൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ശബരിമല സന്നിധാനത്തിലെ ശ്രീകോവിലിൻ്റെ വാതിൽ പൂജ നടത്തിയെന്നാണ്. നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടുണ്ടോ ശബരിമല സന്നിധാനത്തിന്റെ വാതിൽ ഇളക്കിയെടുത്തുകൊണ്ട് പോയത്? ഇന്നേ വരെ സന്നിധാനത്തിന്റെ വാതിൽ ഇളക്കിക്കൊണ്ട് പോയിട്ടില്ല. അത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. പറയുന്നത് അങ്ങനെയല്ല, അവിടെ വെക്കാൻ കൊണ്ടുപോകുന്ന വാതിൽ. അപ്പൊ അങ്ങനെയാണ് ഇളക്കി കൊണ്ടുപോയതല്ല, അവിടെ വെക്കാൻ. അങ്ങനെ പറഞ്ഞു. അതുപോലെയാണ് ഈ പീഠവും. അയാൾ പറഞ്ഞു വിശ്വസിപ്പിക്കുന്ന എന്താണ്? ഇതാ സന്നിധാനത്ത് കൊണ്ടുപോയി ഞങ്ങൾ വെക്കാൻ പോകുന്ന വാതിൽ ഇതാ പൂജിക്കുന്നു. എവിടുന്നോ ഒരു ചെമ്പുപാളി എടുത്ത് അതിനകത്ത് 5-6 ഗ്രാം സ്വർണവും പൂശി പെയിൻറ്റും അടിച്ച് അവിടെ കൊണ്ടുവച്ച് അത് വാതിൽ പൂജ നടത്തി ലക്ഷങ്ങൾ തട്ടുന്ന ഒരാളാണ് ഇയാൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതല്ലാതെ സന്നിധാനത്ത് വാതിൽ പൂജ നടത്താനോ സന്നിധാനത്തൊരു പ്രത്യേക വാതിലോ ഈ സാഹചര്യത്തിലും ആവശ്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ വാതിലിൻ്റെ പേരിൽ വ്യാജവാതിലുണ്ടാക്കി പൂജ നടത്തി. വ്യാജവാതിൽ പൂജ എന്ന് തന്നെ പറയണം. അത് സംഭവിച്ചത് 2004 മറ്റോ ആണ്. ഇത് അതിനുശേഷമാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് വിശ്വംഭരൻ പറയുന്നത്. അടുത്ത കാലത്ത് സംഭവിച്ച കാര്യമാണ് വാതിൽ പൂജ നടത്തിയിരിക്കുന്നത്. കൂടാതെ ഈ 2024 സംഭവിച്ചു. 2004 പുറത്താക്കിയ ഇയാൾ അന്ന് തട്ടിപ്പുകാരനാണെന്നോ അല്ലെങ്കിൽ മറ്റു താല്പര്യങ്ങളുടെ പുറത്താക്കിയ ഇയാൾ പിന്നീട് വീണ്ടും അതേ ക്ഷേത്രത്തിലെ സന്ദർശകനായിരുന്നുവെന്നും അവിടെ പോയി ഈ വാതിൽ പൂജ നടത്തിയിട്ടുണ്ട് എന്നുള്ളതുമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അയാൾ വീണ്ടും അവിടേക്ക് വരികയാണ്. അപ്പോൾ ഇയാൾ കൂടുതൽ സ്വാധീനശേഷിയുള്ള ആളായിട്ട് മാറുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സമ്പന്നരായ അയ്യപ്പ ഭക്തരെ സന്നിധാനത്ത് കൊണ്ടുവന്ന് അവർക്ക് പ്രത്യേകിച്ച് VIP ദർശൻ കൊടുക്കുക, അവർക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, പ്രസാദങ്ങൾ വാങ്ങിക്കൊടുക്കുക, പടിപൂജയ്ക്കുള്ള അവസരം കൊടുക്കുക, നെയ്യഭിഷേകത്തിനുള്ള അവസരം കൊടുക്കുക, ഇതൊക്കെ ചെയ്യുന്നൊരു ഇടനിലക്കാരനായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കാലാകാലങ്ങളിലായിട്ട് വിവിധ ബോർഡുകളിലെ അംഗങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടെ, ഉദ്യോഗസ്ഥന്മാരുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടെ ശബരിമലയിൽ ഒരു അവതാരമായി സ്വയം മാറിയത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സ്വർണ്ണ പ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ സാധനം ഇയാളെ തന്നെ ഏൽപ്പിക്കുന്നതും. പക്ഷേ അവിടെ ഏറ്റവും ഒടുവിൽ ഏൽപ്പിക്കുന്ന സമയത്ത് PS പ്രശാന്ത് നേരത്തെ പറഞ്ഞതുപോലെ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ റെക്കോർഡിക്കലായിട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ PS പ്രശാന്തിന് ഇക്കാര്യത്തിൽ മാറി നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യം, അന്ന് ഈ രണ്ടാമത് സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോൾ, അതായത് 2025 സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്ന സമയത്ത്, അതായത് ഏറ്റവും ഒടുവിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ആരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു? ആരൊക്കെയാണ് ചേർന്ന് കൊണ്ടുപോയത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലല്ല കൊണ്ടുപോയത്. അതുകൊണ്ട് ഇക്കുറി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്
ഏതെങ്കിലും തരത്തിൽ കച്ചവടം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഇനി അവിടെ നിന്ന്, അതായത് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനുള്ള സാധ്യതയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിരിച്ചു കാണും. പിരിച്ചു കാണും. അപ്പോൾ നോക്കൂ എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. തിരുവാഭരണ ചുമതലയുള്ള കമ്മീഷണർ, ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ശബരിമല അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ദേവസ്വം സ്മിത്ത്, വിജിലൻസ് പോലീസിന്റെ സബ് ഇൻസ്പെക്ടർ, വിജിലൻസിന്റെ 2 പോലീസ് ഉദ്യോഗസ്ഥർ, 2 ദേവസ്വം ഗാർഡ്, കൂടാതെ ഈ സ്പോൺസറുടെ പ്രതിനിധി, ഇത്രയും ആൾക്കാരാണ് ഇത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇത്രയും പേരുടെ സാക്ഷിയായിട്ടുണ്ട്. പക്ഷെ അതിൽ പങ്കെടുത്ത തിരുവാഭരണ മുൻ കമ്മീഷണർ പറയുന്നത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ, അതായത് നേരെയാക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇത് തൂക്കി നോക്കണല്ലോ. അങ്ങനെ ഒരു തൂക്കി നോക്കൽ ഉണ്ടായിട്ടില്ല. അല്ലല്ല, അതാണ് ഈ കണക്ക് മഹസറിൽ ശരിയാണ്. അതിലാണ് ഈ സെയിം സാധനം 2019 കൊണ്ടുപോയിട്ടുണ്ട്. വന്നതാണ്. 50 പവനിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ചോദ്യമുള്ളൂ. ഈ 49 ഗ്രാമിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത് എന്താ അറിയാം, ശുദ്ധമായ ചെമ്പ് പാളിയാണ് ഞങ്ങളുടെ അടുത്ത്. അത്രേ പറ്റൂ. ആ ശുദ്ധമായ ചെമ്പിൽ മാത്രമേ നിങ്ങൾക്ക് ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 4 കിലോ സ്വർണം അടിച്ചുകൊണ്ട് പോയി എന്ന വാദം തെറ്റാണ്. 50 ഗ്രാം, 50 പവൻ, കഷ്ടിച്ച് 50 പവനോളം വരുന്ന 397 ഗ്രാം വരുന്ന സ്വർണ്ണമാണ് പൂശിയിരിക്കുന്നത്. അതിൽ കുറവ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്ന കാര്യമാണ്. അതിപ്പോൾ അവിടെ കൊണ്ടുവച്ച് ഇനി അത് പരിശോധിച്ച ശേഷം മാത്രമേ മനസ്സിലാക്കാൻ. 4.5 കിലോ എന്ന് കോടതി ചോദിക്കാൻ കാരണം അത് 4.5 കിലോ തൂക്കത്തിലാണ് കുറവ് സംഭവിച്ചത്. അത് മഹസറിൽ തന്നെ കണ്ടതാണ്, കോടതി കണ്ടുപിടിച്ചതല്ല. മഹസറിൽ രേഖപ്പെടുത്തിയപ്പോൾ കണ്ട വ്യത്യാസമാണ്. അതായത് 2019 ഇത് പാളി കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിൽ 4.41 കിലോഗ്രാം കുറഞ്ഞിരിക്കുന്നു. അത് കുറഞ്ഞാൽ അത് കുറയേണ്ടത് ചെമ്പാണ് കുറയുക. ഒരിക്കലും സ്വർണ്ണം കുറയില്ല. നിങ്ങൾ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുന്ന സ്വർണ്ണമല്ലല്ലോ കുറയുക, സ്വർണ്ണത്തിന്റെ ഉള്ളിലുള്ള മെറ്റലല്ലേ കുറയുക. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം 2019 ചെമ്പ് പാളി കൂടി 50 പവനോട് കൂടിയതാണ് ഈ പാളി. അതിന്റെ അകത്തുനിന്ന് കുറഞ്ഞാൽ ചെമ്പേ കുറയാൻ പറ്റുള്ളൂ. പിന്നീട് ഈ ആകെയുള്ള 50 പവനിൽ നിന്ന് ആകെയുള്ള 397 ഗ്രാമിൽ നിന്ന് 4 കിലോഗ്രാം എങ്ങനെയാണ് കുറയുന്നത്? അപ്പോൾ അത് അസംബന്ധമായ ആരോപണമാണ്. ആ ആരോപണം നിൽക്കില്ല. അതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ പറഞ്ഞതുപോലെ ചട്ടങ്ങൾ പ്രകാരമാണ് രണ്ടാമത്തെ തവണ ഇത് പ്ലേറ്റിങ്ങിന് കൊണ്ടുപോയിരിക്കുന്നത്. അക്കാര്യത്തിൽ PS പ്രശാന്തിന് ഏതെങ്കിലും തരത്തിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ കരുതുന്നതുമില്ല. ഇനി പുറത്തു വരേണ്ട ചോദ്യങ്ങൾ ഇവയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കാലാകാലങ്ങളിലായി എങ്ങനെയാണ് ഈ സ്വാധീനമുണ്ടായത്? എല്ലാ ബോർഡുകളിലും, പിന്നീട് 2010 ശേഷമുള്ള എല്ലാ ബോർഡുകളിലും ഇയാൾക്ക് അവിടെ സ്വാധീനശേഷി ഉണ്ടായിരുന്നു. ഇയാളുടെ അവതാര പിറവിക്ക് പിന്നിലെ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു? ഇയാൾ ബ്ലേഡ് പലിശക്കാരനാണ് എന്നുള്ളത് ആർക്കും അറിയാതെ പോയത് എങ്ങനെയാണ് തുടങ്ങിയ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനോടൊപ്പമാണ് ഇയാൾ ഈ സ്വർണ്ണപീഠവും കൊണ്ടൊരു തള്ളലുമായിട്ട് വന്നത്. അതാണ് അയാളെ കുടുക്കിയത്. അതിനു പിന്നിലുള്ളത് അത് നിഷ്കളങ്കതയല്ല, അത് വാണിജ്യ താല്പര്യം മാത്രമല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതിനു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ താല്പര്യമുണ്ട്. ഇല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം തുടങ്ങുന്നതിന് 6 ദിവസം മുൻപ് സ്വന്തം വീട്ടിൽ ആ പീഠമിരിക്കെ, അത് വാസുദേവന്റെ കയ്യിൽ ഉണ്ടെന്നറിയാമായിരിക്കെ, ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മളടക്കമുള്ള മാധ്യമങ്ങളോട് വന്ന് ഈ പീഠം കാണാനില്ല എന്ന് സംശയത്തിന്റെ വിത്തുപാകിപ്പോയത് ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ്. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഒരു സംശയത്തിന്റെ നിഴൽ സൃഷ്ടിക്കാൻ വേണ്ടിയാണെന്നുള്ളത് വ്യക്തമാവുകയാണ്. അതുകൊണ്ട് ഇതിൽ പാളിയിട്ടുണ്ട്. ഈ കലാകാലങ്ങളിലായിട്ട് വന്ന ദേവസ്വം ബോർഡിലെ പ്രതിനിധികൾക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക്, ബോർഡ് അംഗങ്ങൾക്ക് ഒക്കെ ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ അവതാരങ്ങളെ തിരിച്ചറിയണം എന്ന് 2016 മെയ് മാസത്തിൽ പിണറായി വിജയൻ ഉദ്ദേശിച്ചത് ഇതേപോലുള്ള അവതാരങ്ങളെ കൂടി ഉദ്ദേശിച്ചാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് പലയിടങ്ങളിലും ആ അവതാരങ്ങൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നു. പക്ഷേ ഇക്കുറി അയ്യപ്പനോടാണ് കളി, അയ്യപ്പൻ വിടില്ല എന്നുള്ളതാണ് അയ്യപ്പ ഭക്തന്മാർ വിശ്വസിക്കുന്നത് എന്നതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. ഒരു കാര്യം ചേർത്ത് പറഞ്ഞോട്ടെ, ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി നിങ്ങൾ സംശയിക്കേണ്ട, അങ്ങനെ പോയിട്ടില്ല. അതെ, ഒന്നുകൂടെ പിരിച്ചോ എന്നാണ് അതാണ് പ്രധാന വിഷയം. സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി സമ്പന്നനാവല്ല ഒരു ആവശ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കില്ല. കാരണം സ്വർണത്തെക്കാൾ വലുതാണ് ഒരു തവണ ഈ സ്വർണ്ണപ്പാളിയിന്മേലുള്ള വിശ്വാസം വിറ്റുള്ള ജീവിതം. അതാണ് സംഭവിച്ചിരിക്കുന്നത്. പാളിയോ എന്നാണ് ചോദ്യം. ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതെ, പാളിയിൽ പണിപാളിയോ എന്നുള്ളതാണോ? എന്താണ്? ചെറുതായിട്ടൊന്ന് പാളിന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം VIP ദർശനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു ഉപജാപക സംഘം ശബരിമലയിലുണ്ട്. ആ ശബരിമലയിൽ ഒരു കണ്ണി ഈ പറഞ്ഞ പോറ്റിയാണ് എന്നുള്ളത് മാത്രം കണ്ടാൽ മതി. അതിനേക്കാൾ അപ്പുറം ഒന്നും കാണേണ്ട കാര്യമില്ല. അതേ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ വിദേശത്തുള്ള വലിയ മുതലാളിമാരും വലിയ സംവിധാനങ്ങളെല്ലാം വന്നു കഴിയുമ്പോൾ അവരെ കൊണ്ടുവരുന്നു, ദർശനം നടത്തുന്നു, പൂജ നടത്തുന്നു, അതുപോലെ തന്നെ അന്നദാനം നടത്തിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്ന ഒരാൾ എന്നുള്ളതിന് കൂട്ടിയാൽ മതി. അതിന് നല്ല രീതിയിൽ പണം പിരിക്കുന്നുണ്ട്. അപ്പോൾ അന്നദാനം, ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഒരു വലിയ മുതലാളി വരിക, അല്ലെങ്കിൽ ഹൈദരാബാദിൽ നിന്ന് ഒരു വലിയ മുതലാളി വരികയാണ്, അദ്ദേഹത്തോട് പറയുകയാണ് ഇവിടെ ഏറ്റവും വിശിഷ്ടമായ സംവിധാനം അന്നദാനമാണ് കേട്ടോ.
അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവമല്ല അന്നദാനം നടത്താന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിന് പണത്തിൻ്റെ ആവശ്യം, കാരണം കിലോ കണക്കിന് സ്വർണ്ണം കൊണ്ടു കൊടുക്കുന്ന ആളാണ്. അന്നദാനം നടത്താന്ന് പറയും. എന്നാൽ ശരി, അന്നദാനം നടത്തിക്കോ, എന്നെ കൊണ്ട് ഇവിടെ നിന്ന് നടത്താൻ പറ്റില്ല, നിങ്ങൾ നാളെ നടത്തുമെന്ന് ചോദിച്ചാൽ എത്ര പൈസ? അപ്പം 6 ലക്ഷമാണ്. പുള്ളി 15 ലക്ഷം കൊടുക്കുന്നു. അത് എത്ര പൈസ? 6 ലക്ഷം. അത് അദ്ദേഹം പറയും ഇവിടെ 30 ലക്ഷമാണെന്ന് പറഞ്ഞാൽ 30 ലക്ഷം കൊടുക്കുക, നീ ഇത് വൃത്തിയായിട്ട് നടത്തിക്കോണം എന്ന് പറയാം. ഫോട്ടോ അയച്ചു കൊടുക്കുക, പ്രസാദം അയച്ചു കൊടുക്കുക. അവിടെ ചെല്ലുമ്പോൾ ഇത് പ്രോപ്പറായിട്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ അന്നദാനം നടത്താൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അത് നടത്തുന്നു. ഇതാ നിങ്ങളുടെ പേരിൽ അന്നദാനം നടത്തിയെന്ന് പറഞ്ഞ ഫോട്ടോയും വീഡിയോ എല്ലാം കൂടി അയച്ചു. അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഇത് നടത്തുന്ന ഒരാളിനേക്കാൾ അപ്പുറം ഇതിനെ കാണേണ്ട എന്നുള്ളതാണ്. ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് രാഷ്ട്രീയമായ ആരോപണം ഒന്ന് വേറെയുണ്ട്. അതിനകത്ത് എങ്ങനെയാണ് 4 കിലോ സ്വർണം അല്ലെങ്കിൽ 5 കിലോ സ്വർണം, കിലോ കണക്കിന് സ്വർണ്ണം അടിച്ചു മാറ്റി എന്നുള്ളത് അത് ശുദ്ധമായ എന്താ പറയുക, അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല. അതിലെന്താണ് ഈ പറയുന്ന സ്വർണ്ണപ്പാളിയല്ല ശരിക്കും പറയേണ്ടത്, ഈ അവിടേക്ക് കൊണ്ടുപോയിട്ടുള്ള സ്വർണ്ണം പൂശിയ പാളിയാണ്. അത് 50 ഗ്രാം 50 പവനിൽ താഴെ, അരുൺ സാർ നേരത്തെ പറഞ്ഞ 50 പവൻ താഴെയാണ്. അത് ഇത്രയും വർഷം പഴക്കി കഴിയുമ്പോൾ അതിനകത്ത് കുറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത് അവരെടുത്തത് വന്ന് ശുദ്ധമായ ചെമ്പാണ് ഞങ്ങളുടെ അടുത്ത് പൂശാൻ കൊണ്ടു തന്നത്, അല്ലെങ്കിൽ എന്താണ് ഇത് വൃത്തിയാക്കാൻ വേണ്ടി കൊണ്ടു തന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതോടുകൂടി ഇനി നഷ്ടപ്പെട്ടാൽ തന്നെ 50 പവന് താഴെ കണക്കുകൾ അതിലുള്ളത് അതിലുണ്ടാവും. അതിനകത്ത് എത്ര വ്യത്യാസം വന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ 4.5 കിലോ 50-ൽ നിന്നും കുറയില്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവം ഇല്ല. കാരണം അത് നോക്കുമ്പോൾ ശരിയാണ്, കിലോ തൂക്കി കഴിയുമ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടാൽ ചെമ്പ് നഷ്ടപ്പെട്ടു എന്നാണ് പറയേണ്ടത്. അങ്ങനെ സ്വർണ്ണം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ എന്താണ്, കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം ഇതുണ്ട് എന്നുള്ളതാണ്. ഈ VIP ദർശനം നടക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും കാണിക്കാനുള്ള സംവിധാനം. നിങ്ങൾക്കെല്ലാം എന്താണ് പിൻവാതിലിൽ കൂടെ ദർശനം നടത്തുന്നത്. അയ്യപ്പൻ അറിയുമെന്ന് അറിയില്ല, പക്ഷേ മുതലാളിമാർക്കും ഈ പറഞ്ഞ VVIPകൾക്കെല്ലാം പിൻവാതിൽ ദർശനം നിർബന്ധമാണ്. കാരണം അവരെ എഴുത്തുമാരെ കൂട്ടണം, കൊണ്ടുപോകണം, പൂജ നടത്തണം, ദർശനം നടത്തിക്കണം, തിരിച്ചു കൊണ്ടുവിടുക എന്നുള്ളൊരു ശൈലി കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും. ശബരിമലയിൽ കോടതിയിൽ ഉത്തരവുണ്ട്, പാടില്ല. പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട്. പക്ഷെ അത് നടക്കുന്നുണ്ട് ഇപ്പോഴും. അതിന് സംവിധാനമുണ്ട്. അതെങ്ങനെയാണ്? അതെന്ന് പറയുന്നത് ഈ ശാന്തിമാരുടെ പരികർമ്മികളായി കൂടെ നിൽക്കുന്നവർ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും. അത് അങ്ങനെ നിന്നിട്ടാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ പോസ്റ്റിൽ നിന്ന് മാറിയാലും അത് അവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ബിസിനസ്സാണ് അവിടെ. അത് ചെയ്ത് കാലങ്ങളായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കുഴിച്ച കുഴി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വീണു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ഞാനൊരു കാര്യം ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അവിടെ നടക്കുന്നത് വെച്ച് ആ സംവിധാനത്തെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടപെടൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖാന്തരം നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു സുപ്രഭാതത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നിട്ട് അയ്യോ എൻ്റെ പീഠം കാണുന്നില്ല എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അവിടെ കൊണ്ടുവച്ചതെന്നും അത് തിരിച്ചെടുത്തുകൊണ്ട് പോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നും ബോധ്യമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിച്ചിട്ടുണ്ടാവും. ഇത് അതാണ് ഇവരുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും, ഇത് എന്താ നമുക്ക് ഇതിനെ ഒന്ന് ഒരു പ്രതിവിധി എന്ന് ചോദിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ കണ്ടെത്തിയ ഒരു പ്രതിവിധിയാണ് ഈ പറഞ്ഞ ഈ പീഠം കാണാനില്ല എന്ന് പറയുന്ന ഒരു സംവിധാനം. അതിൻ്റെ ലക്ഷ്യം ഈ ആരോപണത്തിൻ്റെ ലക്ഷ്യം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ അയ്യപ്പ സംഗമം തകർക്കുക എന്നുള്ളത് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് തകർക്കുക എന്നുള്ളത്. പക്ഷേ അതെന്തായി, അത് കയ്യിൽ നിന്ന് പോയി. അത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവരെ സഹോദരിൻ്റെ വീട്ടിൽ തന്നെ ഈ പീഠം ഇരിക്കുകയാണ്. കാരണം അതെന്താ, മകസറിൽ കാണിക്കേണ്ട ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ട് വെച്ചിട്ട് അളവില്ലാത്ത സാധനം തിരിച്ചെടുത്തുകൊണ്ട് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അത് എല്ലാ പക്ഷേ എന്താ ആ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്തായിരുന്നു? അവിടെ നിന്ന് പീഠം അടിച്ചുകൊണ്ട് പോയി, അവിടുന്ന് പാളി അടിച്ചുകൊണ്ട് പോയി, അവിടുന്ന് 4 കിലോ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി എന്നുള്ളതായിരുന്നല്ലോ ഈ അയ്യപ്പ സംഗമം നടന്ന ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ച അതായിരുന്നു. അത് ചർച്ചയാക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റീനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം നടന്ന കാര്യങ്ങളെല്ലാം എന്താണ്, ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിന് സെപ്പറേറ്റായിട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അത് ചർച്ചയായി പക്ഷേ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഇനിയും നടക്കുന്നേ. കാരണം ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റീനെ മാത്രം മാറ്റിയതുകൊണ്ട് പിന്നെ എന്താണ് ശബരിമലയിലെ VIP ദർശനങ്ങൾ മുഴുവൻ നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോഴും നടക്കും, ഇന്നലെയും നടന്നിട്ടുണ്ടാവും, നാളെയും നടക്കും, മറ്റന്നാളും നടക്കും. കാരണം അതൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. കാരണം ഒരു പ്രധാനപ്പെട്ട ആൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അവിടെ ക്യൂ നിൽക്കുന്നവരെ മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടാവും. ഒരു കാലത്തിൽ പോലീസ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ഉള്ള ആൾക്കാർ ചെയ്യും, അല്ലെങ്കിൽ ക്ഷേത്ര ഭാരവാഹികൾ ചെയ്യും. അത് എല്ലാ കാലത്തും ഉണ്ട്, അത് ഇനിയും നടക്കും. നാളെ മുതൽ സ്വപ്നം അത് വിചാരിച്ചാൽ നിർത്താൻ പറ്റില്ല. പക്ഷേ അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുന്ന ഒരാളെന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അപ്പം അരുൺ സാർ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ ശബരിയിൽ വെക്കാൻ പറ്റിയ വാതിൽ അതിനുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും പൂജിക്കുകയാണ്. കാരണം നമ്മൾ കൊടിമര ജാഥ നടത്തുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും പോയി ജാഥ പൂജിച്ച് കൊണ്ടിരുന്നത് പോലെ, ഈ കൊടിമര കൊണ്ടിരുന്നത് പോലെ ഈ ക്ഷേത്രത അങ്ങനെ ഒരു വാതിൽ ഇത് ശബരിമലയ്ക്ക് ആവശ്യമില്ല, അങ്ങനെ ഒരു വാതിലുമില്ല. പക്ഷേ എന്താണ്, അങ്ങനെ ഒരു വാതിൽ അവിടെ കൊണ്ടു. അപ്പോൾ അത് വിശ്വസിക്കും. കാരണം എന്തുകൊണ്ടാണ്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ ബാംഗ്ലൂരിലുള്ള ആൾക്കാർ അവിടെ വരുന്ന സമയത്ത് ശബരിമല ദർശനത്തെ അനുബന്ധിക്കുന്നതും ഈ പടിപൂജയ്ക്ക് വേണ്ട സംവിധാനം നടത്തുന്നതും ഈ പറഞ്ഞ അന്നദാനത്തിന് വേണ്ട സമയം ഒക്കെ പോറ്റിയാണ്. അപ്പോൾ അയാൾ വിചാരിക്കും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ സാധനം ഉണ്ട് എന്ന് വിശ്വസിക്കും. കാരണം അത്ര പ്രബലനാണ്, അദ്ദേഹത്തെ പിടിപാടുള്ള ആളാണ് അവിടെ എന്നുള്ളത് കണക്കാക്കിയാൽ മതി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കാര്യത്തിൽ പാളിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം.
പാളിയിൽ പാളിയോ എന്നായിരുന്നു ചോദ്യം. 4 പേരുടെയും അഭിപ്രായം പാളിയിട്ടുണ്ട് എന്നാണ്. യെസ് എന്ന് ഫുൾ. Meet the editors.